ഹലോ ഗൈസ്, അപ്പം ഇന്ന് വിജയദശമി. അപ്പം പിന്നെ എന്തായാലും ഇന്ന് അമ്പലത്തിലൊക്കെ പോകണം. പുസ്തകം പൂജയ്ക്ക് വെച്ചത് തിരിച്ചെടുക്കണമല്ലോ. അങ്ങനെ അമ്പലത്തിൽ പോകാൻ റെഡിയായി. ആദ്യമേ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ പോയി തൊഴുത് എന്നിട്ട് അടുത്ത അമ്പലത്തിലോട്ട് പോവുകയാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്നായിരുന്നു. പിന്നെ നോക്കുമ്പോഴേ ഇവരും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചങ്ങ് പോയി. വീഡിയോന്ന് പറഞ്ഞപ്പോൾ എന്താ ഒരു ചിരി. എന്താണെന്ന് അറിയത്തില്ല. പണ്ടേ ഞങ്ങൾക്കൊക്കെ ഉള്ളൊരു ശീലമാണ്, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഉഷാറാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു അവരുടെ അടുത്ത് എന്തെങ്കിലും അവിടെ കഴിക്കാൻ കാണുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു കഴിക്കാനൊന്നും കാണത്തില്ലെന്ന്. പക്ഷെ ഉണ്ടായിരുന്നു, കഞ്ഞി ഉണ്ടായിരുന്നു. എനിക്ക് ബെറ്റ് വെച്ചാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ ബെറ്റ് വെച്ചില്ല. കഞ്ഞി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കാൻ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാതെ കഞ്ഞി കുടിച്ചിട്ടാവാൻ ബാക്കിയെന്നായി. അങ്ങനെ കഞ്ഞി കുടിക്കാൻ ചെന്നപ്പോഴോ നല്ല ഒടുക്കത്തെ ക്യൂ. പക്ഷേ ഈ ക്യൂ ഒന്നും ഞങ്ങളെ തളർത്തില്ല. ഞങ്ങൾക്ക് ഈ ക്യൂ ഒന്നുമില്ല. കഞ്ഞി കുടിക്കാനുള്ളൊരു പവറേ. അങ്ങനെ കഞ്ഞി കിട്ടി. അതിന്റെ സന്തോഷം ആ മുഖത്ത് കാണാനുമുണ്ട്. പിന്നെ വയറു നിറയെ കഞ്ഞി കുടിച്ചതിന് ശേഷം അടുത്ത കലാപരിപാടി ഫോട്ടോ എടുക്കല്. അടിപൊളി ഫോട്ടോസ് ഒന്നും കിട്ടിയില്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് വെയിൽ കൊണ്ടിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഒരു ബലൂണൊക്കെ വാങ്ങി, ചേച്ചിയുടെ കൊച്ചിന് വേണ്ടി വാങ്ങിച്ചതാണ്. അങ്ങനെ ബലൂണൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. എന്നിട്ട് വേണം അവിടുത്തെ അമ്പലത്തിൽ പോയി ബുക്ക് പൂജയ്ക്ക് വെച്ചത് എടുക്കാൻ. അങ്ങനെ ബുക്ക് എടുക്കാൻ വേണ്ടി ഞങ്ങൾ വേഗം പോകാട്ടോ. ഇനി അമ്പലം അടച്ചാൽ പിന്നെ ബുക്ക് കിട്ടത്തില്ല. എനിക്ക് വീട്ടിൽ കൊണ്ട് ഒരുപാട് എഴുതാനുണ്ട്. അങ്ങനെ പിന്നെ ബുക്കൊക്കെ കിട്ടി. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.